രണ്ടാമത്തെ ചാപ്റ്ററിലെ മൂന്നാമത്തെ ലെസണിലേക്ക് വന്നിട്ടുണ്ട്. അതെന്താണ്? ബെസ്റ്റ് സ്റ്റോക്ക് ബ്രോക്കർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മാർക്കറ്റിൽ ഒരുപാട് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ബെസ്റ്റ് സ്റ്റോക്ക് ബ്രോക്കറായിട്ട് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ക്ലയൻസോട് കൂടി നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്ന കുറേ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഉണ്ട്. ഒന്നാമത്തതാണ് സെറോദ. അതുപോലെ തന്നെ ഉള്ള ഫേമസ് ആയിട്ടുള്ള സ്റ്റോക്ക് ബ്രോക്കറാണ് അപ്സ്റ്റോക്സ്, ഏഞ്ചൽ വൺ, അതുപോലെ തന്നെ ഇവിടെ ഗ്രോ. അപ്പം ഈ ഒരു 4 ബ്രോക്കേഴ്സാണ് നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ക്ലയൻസോട് കൂടി നല്ല രീതിയിൽ മുമ്പോട്ട് വർക്ക് ചെയ്യുന്ന നല്ല ഫേമസ് ആയിട്ടുള്ള സ്റ്റോക്ക് ബ്രോക്കേഴ്സും ആക്റ്റീവായിട്ടുള്ള സ്റ്റോക്ക് ബ്രോക്കേഴ്സും. അപ്പം ഈ ഒരു ടോപ്പിക്ക് ഇവിടെ പറയാനുള്ള കാരണം എന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾ ആദ്യമേ ടിക്കർ ടേപ്പിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു, അതിനുശേഷം അതിൻ്റെ അകത്ത് സ്ക്രീനർ ക്രിയേറ്റ് ചെയ്തു, അവിടെ കുറേ ക്വാളിറ്റിയുള്ള സ്റ്റോക്സ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ എന്താണ്, ചാർട്ട് ഓപ്പൺ ആക്കേണ്ടതായിട്ടുണ്ട്, ചാർട്ട് ഓപ്പൺ ആക്കി പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതിനുവേണ്ടി നമുക്കൊരു സ്റ്റോക്ക് ബ്രോക്കർ ഏതായാലും സെലക്ട് ചെയ്തേ പറ്റുള്ളൂ. അതായത് നമ്മളൊരു സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടിയാണെങ്കിലും നമ്മൾ ഏതായാലും ഒരു സ്റ്റോക്ക് ബ്രോക്കർ ഓപ്പൺ ആയേ പറ്റുള്ളൂ. അപ്പം ഞാനിവിടെ നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ ഡിസ്കസ് ചെയ്തു, നമുക്ക് ഫണ്ടമെൻ്റൽ അനാലിസിസ് നമുക്ക് ടിക്കർ ടേബിൾ പോയി നടത്താൻ സാധിക്കും. ബട്ട് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് നടത്തുന്നതിന് എന്തിനാണ്, നമുക്ക് ചാർട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ചാർട്ട് ഓപ്പൺ ആക്കേണ്ടതായിട്ടുണ്ട്. ചാർട്ടിൽ പോയാണ് നമ്മൾ അനാലിസിസ് നടത്തുന്നത്. അപ്പോൾ ഞാൻ സെറോദയുടെ ഇവിടെ പ്ലാറ്റ്ഫോമിൽ GRSE എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട്, അപ്സ്റ്റോക്സിൻ്റെ അകത്ത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് GRSE, അതുപോലെ തന്നെ ഏഞ്ചൽ വണ്ണിലും ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഗ്രോയിലും GRSE എന്ന് പറഞ്ഞ സെയിം സ്റ്റോക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട്, സെയിം ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതുണ്ട് 2009 തൊട്ട് 2023 ഈ ഒരു ടൈം പീരീഡ് വരെ, 2009 തൊട്ട് 2023 വരെ, 2009 തൊട്ട് 2023, 2009, 2023. അപ്പോൾ നമുക്കിവിടെ എക്സാക്റ്റ് ആയിട്ടുള്ള ചാർട്ട് കാണാൻ സാധിക്കും. നമ്മൾ വെറുതെ ഇങ്ങനെ നോക്കുമ്പോൾ ഇത് കണ്ടോ, ഈ ഒരു ചാർട്ട് തന്നെയല്ലേ ഇവിടെ കാണുന്നത്. അതായത് ഈ ഒരു സ്റ്റോക്ക് ബ്രോക്കറിൽ പോയി കഴിഞ്ഞാലും ഉണ്ടോ, ചാർട്ട് സെയിം ചാർട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ക്യാൻഡിൽ സ്റ്റിക്കാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ക്യാൻഡിൽ സ്റ്റിക്ക് എന്താണെന്നൊക്കെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും അറിയത്തില്ലാത്തവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പഠിപ്പിക്കും. അപ്പോൾ ഞാനിവിടെ നമുക്ക് ആദ്യമേ ചാർട്ട് ആവശ്യമുണ്ട്, ചാർട്ട് പഠിക്കുന്നതിന് വേണ്ടി ഒരു സ്റ്റോക്ക് ബ്രോക്കർ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ്ങിലേക്ക് ഫ്യൂച്ചറിൽ എൻട്രീസ് എടുക്കുന്നതിന് ഒരു സ്റ്റോക്ക് ബ്രോക്കർ ആവശ്യമുണ്ട്. അപ്പം ഏത് സെലക്ട് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് നോർമലായിട്ടുള്ള ലൈൻ ചാർട്ട് ആണെങ്കിൽ, ഇങ്ങനെയുള്ള ചാർട്ടിന് നമ്മൾ എന്താണ് പറയുന്നത്, ലൈൻ ചാർട്ട് എന്നാണ് പറയുന്നത്. നമ്മൾ ഈ ഒരു ഇങ്ങനെയുള്ള ക്യാൻഡിൽസ് വഴിയുള്ള ചാർട്ടാണെങ്കിൽ അതിന് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് എന്നാണ് പറയുന്നത്. അപ്പം ലൈൻ ചാർട്ടാണെങ്കിൽ ഓക്കെ, നമുക്ക് ഈ ഒരു ചാർട്ടും എല്ലാം ഒരുപോലെ തന്നെയാണ് കാണുന്നത്. അപ്പം ഏത് സ്റ്റോക്ക് ബ്രോക്കർ ഉപയോഗിച്ചിട്ടാണെങ്കിലും നിങ്ങൾ പഠനങ്ങൾ നടത്താം, മുമ്പോട്ട് പോകാം. ഓക്കെ, ബട്ട് നമ്മളിവിടെ ലൈൻ ചാർട്ടല്ല ഉപയോഗിക്കുന്നത്, നമ്മളിവിടെ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്, നമ്മൾ ടെക്നിക്കൽ അനാലിസിന് വരുമ്പോഴത്തേനും ക്യാൻഡിൽസ് ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേനും എല്ലാ സ്റ്റോക്ക് ബ്രോക്കേഴ്സിലും ഒരുപോലെ തന്നെയാണോ കാണിക്കുന്നതെന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ക്യാൻഡിൽസ് എടുത്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ഈ ഒരു മൂന്നാമത്തെ റെഡ് ക്യാൻഡിൽ എടുക്കുവാണ്. ഈ ഒരു മൂന്നാമത്തെ ക്യാൻഡിൽ ഇവിടെ നിന്ന് 1, 2, 3 നിങ്ങൾ എണ്ണി എടുക്കുക. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു ക്യാൻഡിലിൻ്റെ ഷേപ്പ് നോക്കുക. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഷേപ്പ് നോക്കുക. അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ ഒരു മൂന്നാമത്തെ ക്യാൻഡിലിൻ്റെ ഷേപ്പ് നോക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു സെറോദയുടെ പ്ലാറ്റ്ഫോമിലും അപ്സ്റ്റോക്സിൻ്റെ പ്ലാറ്റ്ഫോമിലും ഏഞ്ചൽ വണ്ണിൻ്റെ പ്ലാറ്റ്ഫോമിലും ഏകദേശം സെയിം ആയിട്ടുള്ള ക്യാൻഡിൽ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഗ്രോയിൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഷേപ്പിൽ മാറ്റമുണ്ട്, ഈ ഒരു ക്യാൻഡിലിൻ്റെ ഷേപ്പിന് മാറ്റമുണ്ട്. ഓക്കെ, നിങ്ങളൊന്ന് ജസ്റ്റ് കമ്പാരിസൺ ചെയ്ത് നോക്കുക. നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിൽ ടെക്നിക്കൽ അനാലിസിസിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ക്യാൻഡിൽസ് നമുക്ക് കിട്ടണം. ഓക്കെ, ഇപ്പം ഇവിടെ ഈ ഒരു ചെറിയ മാറ്റം നമുക്കിപ്പോൾ ഫീൽ ചെയ്യും, പക്ഷേ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും അതൊരു വലിയൊരു മാറ്റമാണ് ആ ഒരു ക്യാൻഡിലിൻ്റെ ഷേപ്പ്. അപ്പോൾ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും അത് കൃത്യമായിട്ട് മനസ്സിലാകും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക, അതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ അതിൻ്റെ മുകളിലേക്ക് ഇത് കണ്ടോ, ചെറിയൊരു മുകളിലേക്ക് ഒരു വിക്ക് മുമ്പോട്ട് പോകുമ്പോൾ പഠിക്കും. അതായത് ജസ്റ്റ് ഒരു ലൈൻ പോലെ കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ഈ ഒരു ക്യാൻഡിൽ അത് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ഞാൻ ഒരിക്കലും സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവർക്ക് ടെക്നിക്കൽ അനാലിസിസ് നടത്താൻ വേണ്ടി ഗ്രോ എന്ന ആപ്ലിക്കേഷൻ
സൂട്ടാണെന്ന് ഞാൻ പറയുന്നില്ല. ബാക്കി സെറോദ ഓക്കെയാണ്, അപ്സ്റ്റോക്സ് ഓക്കെയാണ്, ഏഞ്ചൽ വൺ ഓക്കെയാണ്. ഓക്കെ, അതിൻ്റെ അകത്ത് ഞാൻ പേഴ്സണലി സെറോദയ്ക്കകത്താണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഏത് ബാക്കി സെറോദയോ അപ്സ്റ്റോക്സോ ഏഞ്ചൽ വണ്ണോ ഒക്കെ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇതിൻ്റെ അകത്ത് തന്നെ ഒരുപക്ഷെ നിങ്ങൾ സ്വിംഗ് ട്രേഡിങ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നവരായിരിക്കും. മുമ്പോട്ട് പോകുമ്പോഴത്തേനും മറ്റേതെങ്കിലും ട്രേഡിംഗ് സ്റ്റൈൽസും കൂടെ അതിന് ഓപ്ഷൻ സെല്ലിങ്ങോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓപ്ഷൻ ബൈയിങ്ങോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റുകളോ ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നുണ്ടെങ്കിൽ അതിനെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ഏത് സ്റ്റോക്ക് ബ്രോക്കറാണ് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു തരാൻ സാധിക്കും. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് ഒരെണ്ണം പിക്ക് ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം വാട്സപ്പിൽ നമ്പറിൽ ചോദിക്കുക, കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഓക്കെ, അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാനിവിടെ എന്താണ് പറഞ്ഞത്, ഗ്രോ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ടെക്നിക്കൽ അനാലിസിസ് ഒരിക്കലും റെക്കമെൻഡ് ചെയ്തില്ല. ഗ്രോയുടെ ബാക്കി സ്റ്റോക്കിൻ്റെ യൂസർ ഇൻ്റർഫേസ്, അതായത് ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യുന്നതിനും സ്റ്റോക്കിൽ ലൈൻ ചാർട്ട്, ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടല്ല, ലൈൻ ചാർട്ടൊക്കെ നല്ല രീതിയിൽ സിമ്പിളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ബട്ട് ഒരിക്കലും നമ്മൾ ടെക്നിക്കൽ അനാലിസിന് ഗ്രോ എന്ന ആപ്ലിക്കേഷൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതുമല്ല, ഞാൻ പേഴ്സണലി വളരെ എനിക്കൊരു ഡിസ്റ്റർബിംഗ് ആയിട്ട് ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഷേപ്പിൽ ഇത്രയും വളരെ ഒരു മാറ്റം ഞാൻ ചെക്ക് ചെയ്തപ്പം കണ്ടു. അതാണ് നിങ്ങളെ ഈ ഒരു ടോപ്പിക്ക് തന്നെ ചെയ്യാൻ ഏറ്റവും വലിയ കാരണം. ഓക്കെ, അപ്പം ഞാനൊരു ചാർട്ട് കാണുന്ന രീതിയിലല്ല മറ്റുള്ളവർ ആ ഒരു ചാർട്ടിനെ സമീപിക്കുന്നതെങ്കിൽ ഒരിക്കലും എല്ലാവരും ആ ഒരു കോമൺ ആയിട്ടുള്ള മെത്തഡോളജിയിൽ വർക്ക് ചെയ്തില്ല. ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും നമ്മൾ ഇതുവരെ എന്താണ് ഡിസ്കസ് ചെയ്തത്, നമ്മൾ ലൈൻ ചാർട്ടിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്, ഇങ്ങനെയുള്ള ലൈൻ ചാർട്ടിനെ കുറിച്ച്. അപ്പോൾ നമ്മൾ ഇനി മുമ്പോട്ട് പോകുമ്പോഴത്തേനും ഈ ഒരു ലൈൻ ചാർട്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യത്തില്ല. ഈ ഒരു ലൈൻ ചാർട്ടിൻ്റെ പ്ലേസിൽ നമ്മൾ ഈ ഒരു ലൈൻ ചാർട്ടിൻ്റെ സ്ഥലത്ത് നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് ഓപ്പൺ ആക്കാൻ തുടങ്ങും. ഓക്കെ, ഇങ്ങനെയുള്ള ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് നമ്മൾ ഓപ്പൺ ആക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ലൈൻ ചാർട്ടിൽ നിന്ന് എങ്ങോട്ട് വരണം, ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിലേക്ക് വരണം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ടൈം ഫ്രെയിം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ ഒരു ടൈം ഫ്രെയിം 5 മിനിറ്റ് ആണ് കിടക്കുന്നത്. ഇത് നമുക്ക് ടൈം ഫ്രെയിം എത്രയിലോട്ട് വരണം, വീക്കിലിയിലോട്ട് അല്ലെങ്കിൽ മന്ത്ലിയിലോട്ട് അല്ലെങ്കിൽ ഡെയിലിയിലേക്ക്. ഈ ഒരു 3 ടൈം ഫ്രെയിം മാത്രമേ നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അതിലും ചെറിയ ടൈം ഫ്രെയിം നമ്മൾ യൂസ് ചെയ്യുന്നേ ഇല്ല. ഓക്കെ, അതെന്താണ് ടൈം ഫ്രെയിം എന്നൊക്കെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും പഠിക്കും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഒരിക്കലും 5 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റോ അല്ലെങ്കിൽ 1 അവറോ അല്ലെങ്കിൽ അതിലും ചെറിയ ടൈം ഫ്രെയിംസോ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ 1 വീക്ക്, വീക്കിലി, മന്ത്ലി, ഡെയിലി, ഈ 3 ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് നമ്മൾ ഓപ്പൺ ആക്കുന്നുള്ളൂ. ഈ ഒരു 3 എണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചാർട്ട് അനാലിസ് ചെയ്യുന്ന സമയത്തും ഡെയിലി ചാർട്ടിൽ അനാലിസ് ചെയ്യും, വീക്കിലിയിൽ അനാലിസ് ചെയ്യും, മന്ത്ലിയിൽ അനാലിസ് ചെയ്യും. ഈ ഒരു 3 ടൈം ഫ്രെയിമിലാണ് നമ്മൾ അനാലിസിസ് ചെയ്യുന്നുള്ളൂ. അതായത് നമുക്കൊരു വലിയ ചാർട്ട് കിട്ടാൻ വേണ്ടിയാണ്. ആ ഒരു വലിയ ചാർട്ടിൽ കിട്ടുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു ചാർട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. ഓക്കെ, അല്ലാതെ ഒരു ദിവസത്തെ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ട് ഓപ്പൺ ആക്കിയിട്ട് 5 മിനിറ്റിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കി എൻട്രി എടുക്കുന്ന അല്ല സ്വിംഗ് ട്രേഡിങ്. ഓക്കെ, അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വോളിയൂംസ് ഒന്നും കാണുന്നില്ല. ഈ ഒരു ട്രേഡിംഗ് ടൈമിൽ എന്തൊക്കെയാണ് വോളിയൂംസ് ഉണ്ടായെന്ന് കാണുന്നില്ല. അതിനു വേണ്ടി നമ്മൾ താഴെ വോളിയം എന്ന ഒരു സെറ്റപ്പ്, നമുക്കൊരു ഫംഗ്ഷൻ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാർട്ടിൽ നിന്ന് 3 കാര്യങ്ങളാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. ഒന്ന് ലൈൻ ചാർട്ടിൽ നിന്ന് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിലേക്ക് വരും. അപ്പോൾ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് എന്താണെന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു 5 മിനിറ്റിൽ നിന്ന് 1 വീക്കിലേക്ക് അല്ലെങ്കിൽ 1 മന്തിലേക്ക് അല്ലെങ്കിൽ ഡെയിലിയിലേക്ക് വരുമ്പം അവിടെ ടൈം ഫ്രെയിമിന് എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വോളിയൂംസ് ഒന്നുമില്ല. അപ്പം ഇവിടെ വോളിയൂംസ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വോളിയം എങ്ങനെ അനാലിസിസ് ചെയ്യാമെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു 3 കാര്യങ്ങളുമാണ് ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പഠിക്കുന്നത്.